ഹായ് ഹലോ, ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കോളേജിലും സ്കൂളിലും ഓഫീസിലൊക്കെ പോയി തുടങ്ങിയില്ലേ. അപ്പം ആമിയമ്പാടിയുടെ ബാലസംസ്കൃതിയിലെ ഓണാഘോഷത്തിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ഞാൻ പായസം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നേ. അമ്മമാരെല്ലാവരും കൂടെ കൂടി കുഞ്ഞ് ഓണസദ്യ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പായസമായിരുന്നു കേട്ടോ ഉണ്ടാക്കാമെന്ന് ഏറ്റിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ പായസം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. കുഞ്ഞിന് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെ നേരത്തെ തന്നെ നമ്മൾ കുളിപ്പിച്ച് ഒരുക്കി അങ്ങോട്ട് കൊണ്ടുവിട്ടിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ പോകാനിരുന്നിട്ടുണ്ടെങ്കിൽ താമസിക്കില്ല. അവിടെ കളികളും പാട്ടുകളും അങ്ങനെ മത്സരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പായസം ഉണ്ടാക്കിയത് കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേനും കുറേ മത്സരങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേനും വാലുപറി മത്സരമായിരുന്നു കേട്ടോ. അങ്ങനെ വാലുപറി മത്സരമൊക്കെ കണ്ട് കുട്ടികളുടെ ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയോ, ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയിലൊക്കെ നമ്മുടെ കുട്ടികളില്ലെങ്കിലുണ്ടല്ലോ വീട്ടിലിരുന്ന് മുരടിച്ച് പോകും. അല്ലെങ്കിൽ ടി വി ഫോണ് അങ്ങനെ അഡിക്റ്റായി അവരങ്ങ് മുരടിച്ച് പോവുള്ളൂ കേട്ടോ. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യങ്ങളുള്ളപ്പോൾ ഉണ്ടല്ലോ പോയി അവരോട് കൂട്ടുകൂടുകയും നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനാണല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ തോന്നുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവിടാൻ പറ്റിയത്. അപ്പം പിന്നെ അവരുടെ കളികളൊക്കെ തവളച്ചാട്ടത്തിൽ ആമിയുടെ തവളച്ചാട്ടം, ഇത് 2 ട്വിൻസാണ് കേട്ടോ. ആമിയമ്പാടി പോലെ കുട്ടികൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരുടെ അമ്മമാർ, മുത്തശ്ശിമാർ, അവരുടെ സഹോദരങ്ങൾ, അങ്ങനെ എല്ലാവരും കുറേ അധികം ആൾക്കാർ കൂടിയുള്ളൊരു കൂട്ടായ്മ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് നമ്മുടെ പുഞ്ചിരി മത്സരമായിരുന്നു കേട്ടോ. പുഞ്ചിരി മത്സരത്തിൽ നമ്മുടെ അമ്പാടിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. തവളച്ചാട്ടത്തിലും എന്തോ സമ്മാനം ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്പാടിക്ക് മാത്രം സമ്മാനം കിട്ടിയുള്ളല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. സങ്കടമല്ല കേട്ടോ, വീട്ടിൽ വരുമ്പോഴത്തേനും പൂരമാണല്ലോ. അങ്ങനെ ഞങ്ങൾ പുഞ്ചിരി മത്സരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് റൗണ്ടാണ് കേട്ടോ നടക്കുന്നത്. പുഞ്ചിരി മത്സരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓട്ട മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. ആമിക്ക് അങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിച്ചില്ല കേട്ടോ. അമ്പാടി അതിനും പങ്കെടുത്തു കേട്ടോ. എല്ലാവരുടെയും കൂടെ ചുമ്മാ ഓടി ഭയങ്കര രസമല്ലേ. അവർ പട്ടുപാടും ബ്ലൗസൊക്കെ ഇട്ടാണ് ഓടിയത്. എടുത്ത് മടക്കി കുത്തിയൊക്കെ ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പിന്നെ കുറച്ച് നേരം വിശ്രമിക്കുന്നതാണ് കേട്ടോ. അവരുടേതായ ലോകത്ത് അവർ കളിച്ച് രസിക്കുകയാണ് കേട്ടോ. എല്ലാ കുട്ടികളും അതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അമ്മമാരുടെ കണ്ണ് നല്ല സുന്ദരിക്ക് പൊട്ടുകൂടലുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പങ്കെടുത്തു കേട്ടോ. അടിപൊളിയായിരുന്നു. നമുക്ക് കുറേ നേരം നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് ഫ്രീ ആവുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ ഓരോ കളികൾ തന്നെയല്ല, സംസാരിച്ചിരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന സദ്യയെല്ലാം ഞാനെല്ലാം തുറന്നു നോക്കുകയാണ് കേട്ടോ, എന്തൊക്കെ കൂട്ടമുണ്ട് എന്നൊക്കെ. അപ്പം അവിയൽ, തോരൻ, സാമ്പാർ, അച്ചാർ, പപ്പടം, കൂട്ടുകറി, അങ്ങനെ പായസം അടക്കം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പായസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, പായസം ഞാൻ തിരക്കിട്ടാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞല്ലോ. പായസത്തിൽ ഞാൻ ഏലക്ക ചേർത്തിട്ടില്ല. പിന്നെന്തായിരുന്നു എന്തൊക്കെയോ ഞാൻ ചേർക്കാതെ കേട്ടോ കൊണ്ടുവന്നത്. ഇതെൻ്റെ കൂട്ടുകാരി ചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾ തിരുവാതിര കളിക്കുമ്പോൾ തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അപ്പം അനുചേച്ചി എന്നെക്കുറിച്ച് കുറച്ച് കമൻസൊക്കെ അടിക്കുകയാണ്. കമൻസിൻ്റെ അടിച്ചെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ടീച്ചർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്മമാർ ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അവിടെ വൃത്തിയാക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. വൃത്തിയാക്കുന്നതിന് മുന്നേ നമ്മുടെ സമ്മാനദാനം ഉണ്ടായിരുന്നു കേട്ടോ. സമ്മാനദാനം കുട്ടികൾക്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹ സമ്മാനം പോലെ ഒരു സമ്മാനദാനം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് അവിടെ നിന്ന് പോരാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഭയങ്കര കളികളൊക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് മത്സരിക്കുക, സമ്മാനം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവർ കൂട്ടം കൂടിയ എന്തോ ഒരു സമയം വേണേലും ഇരിക്കണേന് അവർക്കൊരു മടുപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഈ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഈ സന്തോഷം അവർക്ക് കിട്ടുമോ? അത് കിട്ടത്തില്ല. പിന്നെ പിന്നെ അച്ഛന്മാർ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞിന് പ്ലേറ്റിൽ കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. ഇലയിൽ കഴിക്കാൻ ഭയങ്കര പാടാന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും തന്നെ നമുക്കിങ്ങനെ ഇരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് ഇലയിൽ കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഓണത്തിനൊക്കെ അല്ലേ ഇങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മാനദാനമായിരുന്നു എല്ലാവർക്കും. നമുക്ക് കുഞ്ഞു സമ്മാനങ്ങളൊക്കെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ അങ്ങോട്ട് കൂടി കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മമാരുടെ മത്സരത്തിൻ്റെ സമ്മാനമൊക്കെ കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ അവിടെ ഒരു സ്കൂളായിരുന്നു എടുത്തത്. ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ സ്വന്തം സ്കൂളായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ച എൻ്റെ സ്കൂളാണ് കേട്ടോ. അവിടെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് കേട്ടോ.